മോഹനൻ, വളരെ സന്തോഷത്തോടുകൂടി ഒരു നമസ്കാരം. ഞാൻ ഈ നമ്മുടെ ഗെറ്റ് ടുഗദറിൻ്റെ ഒരു ചുമതലക്കാരെന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഈ വീഡിയോ എടുക്കുന്ന ഒരു ആശയം കൊണ്ടുവന്നത് പല ആൾക്കാർക്കും ഇഷ്ടമായി എന്ന് കേട്ടു. അപ്പോൾ അത് ഞാൻ ഒരു ആവേശത്തോടു കൂടി കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഇന്ന് മോഹൻ്റെ അടുത്താണ്. നേരത്തെ രവിയുടെ അടുത്ത് പോയി, ഇതിമൊന്ന് മോഹൻ്റെ അടുത്താണ് പോണത്. മോഹൻ്റെ 1971 ഈ SSLC വാങ്ങിയതിന് ശേഷമുള്ള ആ ജീവിത കഥ അതൊന്ന് പറഞ്ഞു തരിക. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ നമ്മൾ സ്കൂളിൽ CNN 61-71 ആ പീരീഡിലാണ് ഞാൻ 71 നമ്മൾ കുണ്ടൂർ അച്ഛമ്മേനോൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് MS മാഷുടെ ഒപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോരുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ടൈപ്പ് റൈറ്റിങ് ഷോർട്ട് ഹാൻഡ് ഒരു സൈഡിൽ കൂടെ നോക്കിയിരുന്നെങ്കിലും അതിനൊന്നും പോയില്ല. നേരെ പിന്നെ കോളേജിലേക്കാണ് പോയത്. SM കോളേജ് നാട്ടിക. അവിടെ പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ. അവിടെ BA എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്താണ്, അതിന് മുമ്പ് ഫുട്ബോളിലൊക്കെ നല്ലതായിരുന്നെങ്കിലും എനിക്കാണെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് 73 പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈനാശു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചേർപ്പിൽ ആ യൂണിയൻ ബാങ്കിലുള്ള ആളും ഞാനും ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും സിസർ കട്ടിന് ശ്രമിച്ചു. എന്തിനു പറയുന്നു, എൻ്റെ ആളുടെ മുട്ട് എൻ്റെ മുട്ടിൻ്റെ സൈഡിൽ വന്നു. അങ്ങനെ വീണ് ഫ്രാക്ചർ വന്നു. അന്ന് ജോർജ് തോമസ് ഡോക്ടറൊക്കെ ഉണ്ട്, ആളുടെ അടുത്ത് പോയി. അപ്പം നേരെ പിന്നെ ജില്ലാ ആശുപത്രിയിൽ ഇപ്പം അടുത്ത് മരിച്ചുപോയ പിള്ള ഡോക്ടറില്ലേ, KS പിള്ള, ആളാണ് അന്ന് പിന്നെ പ്ലാസ്റ്റർ പരിപാടിയൊക്കെ ഇട്ടു. അപ്പോൾ ഫുട്ബോൾ എന്നിട്ട് ഞാൻ പിന്നെയും നിർത്തിയില്ല, ഫുട്ബോൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെയാണ് ഗവൺമെൻറ് കോളേജിൽ വെച്ചിട്ട് ക്രിക്കറ്റും കൂടി ഉള്ള പരിപാടിയിലേക്ക് നീങ്ങിയത്. അന്നൊരു നാഷണൽ കോച്ച് അലക്സ് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞങ്ങൾക്കുണ്ടായിരുന്നു, കോളേജിന് കോച്ചിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൽ കുറച്ചും കൂടി വൈദഗ്ധ്യം കിട്ടുന്നത്. ഞാൻ ബാറ്റ്സ്മാൻ, ഇപ്പോൾ പറയും ബാറ്റർ എന്ന്, അന്ന് ബാറ്റ്സ്മാൻ എന്നാണ് പറയുക. ബാറ്റർ കം വിക്കറ്റ് കീപ്പറായിരുന്നു. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് ഇവിടെ പൈനീഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് അന്ന് നല്ല സജീവമായി ആരംഭിക്കുന്ന കാലമാണ്. അതിൽ മുമ്പ് വേറെ സണ്ണും പിന്നെ മെർലിബോൺ ക്ലബ്ബും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പൈനീഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ആ പൈനീഴ്സ് ഉള്ള സമയത്ത് തന്നെ ഇപ്പോൾ ഗ്രൗണ്ടിൽ കാണുന്ന പിച്ച് നിർമ്മാണത്തിന് ഞങ്ങളൊക്കെ കൂടി ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടാണ് ആ പിച്ചൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങളെല്ലാവരും അന്നുള്ള എല്ലാവരും കരുവന്നൂർ വലിയ ബംഗ്ലാവില്ലേ, ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് ഒരു വലിയ റോളർ ഫ്രെയിം ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവരികയാണ് എല്ലാവരും കൂടിയിട്ട്. അതിൻ്റെ ആക്സിലാണെങ്കിൽ ഒരു വശത്ത് ചെരിഞ്ഞേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു 10-15-20 അടി എത്തുമ്പോഴേക്കും വേറെ സൈഡിലേക്കാവും റോളർ. പിന്നെ വീണ്ടും വലിയ ഈ മരക്കമ്പനികളിൽ കാണുന്ന വലിയ ഇളാങ്കില്ലേ, അതിട്ട് തിരിച്ച് വീണ്ടും അങ്ങനെ കയറ്റി കൊണ്ടുവന്ന് അവസാനം പിച്ച് പരിപാടി, ഇപ്പോൾ നിലനിൽക്കുന്ന പിച്ചൊക്കെ അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു അത്ലറ്റിക് ഫാമിലിയാണ്. ചിലപ്പം ഭൂരിഭാഗം ആൾക്കും വേണമെങ്കിൽ അറിയായിരിക്കും. ചേർപ്പിൽ ഞങ്ങൾ 6 പേരാണ് മക്കളായിട്ടുള്ളത്. എൻ്റെ അച്ഛൻ നേതാജി ഹോട്ടൽ നടത്തിയിരുന്ന TS മാണിക്കുട്ടി, ഞാൻ 5ാമത്തെ മകനാണ്. ആകെ 6 പേരുണ്ട്. ഏറ്റവും മൂത്ത സിസ്റ്ററായിരുന്നു. ആള് ഇപ്പോഴും ഉണ്ട്, നിർമ്മല എന്നാണ് പേര്. ആള് PT ടീച്ചറായിട്ടാണ് ആൾ റിട്ടയർ ചെയ്തത്. പിന്നെ അടുത്ത ആളാണ് പ്രേംജി എന്ന് പറഞ്ഞിട്ട്. ആൾ ഉള്ള സമയത്താണ് ചേർപ്പിൽ സിങ് സോങ് ബേക്കറി ആദ്യം ആരംഭിച്ചത്. ആ സിങ് സോങ്ങിന് ശേഷം പിന്നെ നേരെ വാടാനപ്പള്ളിയിൽ ഒന്ന് ആരംഭിച്ചു. അവിടെയും അന്ന് സിങ് സോങ് തന്നെയായിരുന്നു. പിന്നീട് നേതാജി ബേക്കറി എന്ന് പറഞ്ഞിട്ട് ആൾ ആ ബിസിനസ് സാമ്രാജ്യം അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ ആൾക്ക്. അപ്പോൾ അത് ആവശ്യത്തോടെ. പിന്നത്തെ ഒരാളാണ് അജയകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ. ആളും സ്പോർട്സിലൊക്കെ നല്ലതായിരുന്നു. സ്കൂളിൽ കോളേജിൽ ഇപ്പോൾ ഈ പറയുന്ന 2 പേരും, അതുപോലെ തന്നെ ഒരു സിസ്റ്റർ വത്സലയുണ്ട്, ആളും സ്കൂളിലൊക്കെ ചാമ്പ്യനായിരുന്നു. ഇവർ 3 പേരും അവിടെ ചാമ്പ്യൻസ് ആയിരുന്നു സ്പോർട്സിൽ. നമ്മൾ പിന്നെ ഓൾറൗണ്ടർ പോലെ എല്ലാം ഉണ്ട്, ഫുട്ബോളുണ്ട്, അത്ലറ്റിക്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അത്ലറ്റിക് ക്യാപ്റ്റനും കൂടിയായിരുന്നു ഈ ഗവൺമെൻറ് കോളേജിൽ. അതുപോലെ തന്നെ നാട്ടിയ കോളേജിൽ ഫുട്ബോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുട്ബോളൊക്കെ ഞങ്ങളായിട്ടാണ്. ഇവിടുന്ന് നമ്മുടെ ഫ്രാൻസിസ് ഉണ്ട്, ഞങ്ങൾ ജോണിയെന്നും വിളിക്കും, നമ്മുടെ ടൈലർ ഫ്രാൻസിസ്, PO തോമസിൻ്റെ, അവരൊക്കെ അങ്ങനെയാണ് അവിടെ ഫുട്ബോൾ ആരംഭിക്കുന്നത് തന്നെ. അതുവരെ ആ കോളേജിൽ ഫുട്ബോൾ, ആളുടെ ചേട്ടൻ ചാക്കുണ്ണി എന്ന് പറഞ്ഞിട്ട് ടൈലറൊക്കെ ആയിട്ട്
വേറെ അയാളുടെയും ചേട്ടൻ ടൈലറായിരുന്നു ജോസ്, അതിൻ്റെ മേലെ ലോനപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കാലഘട്ടത്തിൽ കൂടിയാണ് പിന്നെ പോകുന്നത്. ഈ പോന്നു വരിക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സാമൂഹ്യ പ്രവർത്തനം, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അന്നും ഇൻവോൾവ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ്. ആ ഫാമിലി അച്ഛനാണെങ്കിൽ ആദ്യം അതിൻ്റെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. CPI ആണ് ഒറിജിനലി. 64 സ്പ്ലിറ്റ് ആയതിനു ശേഷം പിന്നെ CPMലാണ് അച്ഛൻ നിന്നിരുന്നത്. പിന്നെ വിപ്ലവം പോരാന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ലിസ്റ്റിലേക്ക് പോന്നിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ അച്ഛനെയൊക്കെ അറസ്റ്റ് ചെയ്യലും എൻ്റെ രണ്ടാമത്തെ ചേട്ടനെ അറസ്റ്റ് ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂത്ത സിസ്റ്റർ ഉണ്ട് നിർമ്മല, ആളും നക്സൽ മൂവ്മെൻറ്റിലേക്ക് ഉണ്ടായിരുന്നതാണ്. താഴെയുള്ള ആൾ വത്സല, എന്നേലും നേരെ മൂത്തതാണ്. അപ്പോൾ ഈ മൂത്ത സിസ്റ്ററും ഈ നക്സൽ മൂവ്മെൻറ്റിനോട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോഴത്തെ ഈ അജിതയുടെ അമ്മ മന്ദാകിനി, കുന്നിക്കൽ നാരായണൻ, അങ്ങനെ എല്ലാവരും, പിന്നെ ആ വർഗീസൊക്കെ കൊല ചെയ്യപ്പെട്ടില്ലേ, അങ്ങനെയുള്ള ആളുകൾ, സ്റ്റീഫൻ, അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്നു. അന്നൊക്കെ നമ്മൾ 7-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. അതിൽ നിന്ന് പിന്നെ നമ്മൾ പിന്നെ പുറത്ത് വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ കോളേജിലൊന്നൊക്കെ നമുക്ക് അന്നൊന്നും അത്ര രാഷ്ട്രീയമായിട്ടുള്ളതല്ല. ഞങ്ങൾ കോളേജിലൊരു മിസോ എന്ന് പറയുന്ന മൈറ്റി ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, ആ പേരിൽ എല്ലാവരും കൂടി നിന്നിട്ട് അവിടെ നല്ല സജീവമായിരുന്നു. അതായത് പ്രത്യേക രാഷ്ട്രീയമില്ലാത്ത വയസ്സായിരുന്നു, എന്നാൽ നല്ല സജീവതയുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചേർപ്പ് മേഖല പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ അന്നൊക്കെ ഈ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ സജീവമായിട്ട് വീടുകളിൽ സ്ഥാപിച്ചു കൊടുക്കുക. അപ്പം ഞാൻ നമ്മുടെ വാഴപ്പള്ളിയിലെ ശശി, ക്രിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടില്ലേ, അങ്ങനെ ആൾ സെക്രട്ടറി, ഞാൻ പ്രസിഡൻ്റ്, അങ്ങനെയായിരുന്നു. ഏറ്റവും കൂടുതൽ അന്ന് കാലത്ത് വീടുകളിൽ പുതിയ വീട് വയ്ക്കുന്നതിൽ ഈ പറയുന്ന അടുപ്പ് സ്ഥാപിച്ച് ആ കലവർഷത്തിൽ ഞങ്ങളുടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബുക്കുകൾ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ ഒരു ക്രെഡിറ്റും നമ്മുടെ ചേർപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു വശത്തോടെ നടന്നിരുന്നു. പിന്നെ വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ഞാൻ പിന്നെ വക്കീലാവുന്നത് പിന്നെ 81-ൽ ഞാനിവിടെ ജോയിൻ ചെയ്തു. മൈസൂരായിരുന്നു ഞാൻ അന്ന് പഠിച്ചിരുന്നത്, ശാരദവിലാസ് ലോ കോളേജിൽ. എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററും ഉണ്ടായിരുന്നു. ആൾ പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റോപ്പ് ചെയ്തു. കല്യാണം കഴിഞ്ഞ് പിന്നെ ആൾ തിരുവനന്തപുരത്തേക്ക് പോയി. പിന്നെ ഇവിടെ ഞാൻ വക്കീലായി വന്നിട്ട് ഇപ്പോൾ ഇത്രയും കാലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ടറിയും കൂടിയാണ്. അപ്പോൾ ചേർപ്പിൽ ഓഫീസുണ്ട്, പിന്നെ തൃശ്ശൂർ, ഇവിടെ പിന്നെ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ഈ പാർട്ടി ലെവലിൽ എന്നുള്ള സമയത്ത് ഞാൻ പാർട്ടിയിൽ CPMൽ ഉള്ള സമയത്ത് ലോക്കൽ കമ്മിറ്റി അംഗം വരെയായി. പിന്നെ അതിൻ്റെ ഇതിലുള്ള കുറേ വിഷമങ്ങൾ കൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു വിഷയം കൂടി ഉണ്ടായി. അത് പ്യുവർലി നമുക്ക് കുറേ കാര്യങ്ങളും മുന്നോട്ട് ശരിക്കും അങ്ങോട്ട് പോവാൻ, സത്യസന്ധമായിട്ട് പോകാനായിട്ട് കുറേ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ ഞാൻ ആരോടും പരിഭവമില്ല. ഒരു 10-40 കൊല്ലം എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയെന്ന് വിചാരിച്ചിട്ട് പിൻവാങ്ങിയതാണ്. ഇപ്പോൾ ഒരു 14-15 വർഷമായിട്ട് ഞാൻ ശാന്തമായിട്ട് പ്രൊഫഷനായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുക. പിന്നെ ഈ നമ്മുടെ നാട്ടിലുണ്ടായ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ വീടിരിക്കുന്ന ഈ പൂച്ചിനിപ്പാടത്തിൻ്റെ അടുത്ത് 2 ടൈൽ ഫാക്ടറികൾ, ഒന്ന് മുരളി ടൈൽ ഫാക്ടറിയും ഒന്ന് ഫ്രണ്ട്സ് ടൈൽ ഫാക്ടറി. ഇപ്പോൾ ഈ ലിറ്റിൽ ഫ്ലവർ ചർച്ച ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഓട്ട് കമ്പനി തന്നെയായിരുന്നു. ഇവരെ കൊണ്ട് നാട്ടുകാർക്ക് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ, ഈ റോഡിൽ വേനൽക്കാലം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കളിമണ്ണ് കൊണ്ടുപോകുമ്പോൾ ആ കളിമണ്ണൊക്കെ വീണിട്ട് പരിസരവാസികൾക്ക് ആർക്കും താമസിക്കാൻ പറ്റില്ല. പൊടിയായിട്ട് പരിസരത്തുള്ള എല്ലാവർക്കും പല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കിണറിൽ സൂര്യനെ കാണാൻ പറ്റില്ല, നട്ടുച്ചയ്ക്കും കാണാൻ പറ്റില്ല, മരങ്ങളൊക്കെ ഈ മൺപൊടിയുടെ നിറത്തിലാണ് കാണുക. അപ്പോൾ അതിനെതിരെ ഞാൻ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് സൂട്ട് കൊടുത്തു. അത് നമുക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി. നമ്മൾ ഇത്രയും പറഞ്ഞുള്ള പൂച്ചിപ്പാട് സെൻറ്ററിൽ നിന്ന് 3 റോഡിലേക്കും 200 മീറ്ററിനുള്ളിൽ കളിമണ്ണ് വീഴ്ത്തി പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നീക്കം ചെയ്യണം. അതിനൊക്കെ കോടതിയിൽ നിന്നൊക്കെ അനുകൂലമായിട്ട് വിധിയൊക്കെ കിട്ടി, അതുണ്ടായി. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ പെരുവനംചിറയിൽ ഇതുപോലെ തന്നെ രഹസ്യമായിട്ട് അതിൽ കുറച്ച് ആളുകൾ അവിടെ വേറെ ലക്ഷ്യം വെച്ചുകൊണ്ട് നികത്തി പറമ്പാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂമി വാങ്ങിക്കൂട്ടി. അവർ പിന്നെ അത് ഈ ചിറ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടുള്ള അടിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അന്നത്തെ ഭരണത്തിലുള്ള ആളുകൾ ഒത്താശ ചെയ്ത് കൊടുത്തു. പതിവില്ലാത്ത എത്രയോ കാലമായിട്ട് പടിഞ്ഞാറെടുത്തവനക്കാർ കെട്ടിക്കൊണ്ട് നിന്നിരുന്നൊരു ചിറയാണ്.
ആ ചിറ പിന്നെ അവരുടെ സ്വന്തം ഭൂമിയിൽ അവർക്ക് 2 പൂവ് പണിയണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ. ഒരു പൂവാണ് അവിടെ പെരുവനഞ്ചിറ വിരിപ്പ് എന്നാണ്, വിരിപ്പ് നില എന്നാണ് അതിൻ്റെ പേര് തന്നെ. എന്നിട്ട് അവർക്ക് 2 പൂവ് 8 കൊല്ലം കൃഷി ചെയ്യാതെ കിടന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് അവർ 2 പൂവ് പണിയണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇഞ്ചക്ഷൻ സൂട്ട് അവിടെ ഫയൽ ചെയ്തു പഞ്ചായത്തിനെതിരെ. അപ്പോൾ നമ്മളൊന്നും അതിൽ പാർട്ടികളല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞു എന്നിട്ട് അതിൽ കക്ഷി ചേർന്നു. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പിന്നെ ഈ അടുത്ത പഞ്ചായത്തുകളിൽ ഈ ചേർപ്പ് പഞ്ചായത്ത്, വല്ലച്ചിറ പഞ്ചായത്ത്, അവണിശ്ശേരി പഞ്ചായത്ത്, ഇതിൽ നിന്നൊക്കെയുള്ള ആളുകളെയും കൂടി കക്ഷി ചേർത്തിട്ട് അത് നമ്മളിവിടെ കേസ് നടത്തി. ഇവിടെ രണ്ടും നമ്മൾ ജയിച്ചു. ഇപ്പം അത് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പരമാവധി എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിറ കെട്ടുന്നതിന് തടസ്സം ഉണ്ടാക്കിയിട്ട് വൈകിട്ട് കൃഷി ഇറക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന സമയത്ത് എങ്ങനെ കൃഷി നശിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കോടതി കുറച്ചുകൂടി സമയം കൊടുക്കും. അങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികളാണ് ഈ ഭൂവുടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്ന ഇവിടെ അറിയപ്പെടുന്ന ഒരാളുണ്ട്. ഇവിടെ മരണത്തിന് ശേഷം ഇപ്പോൾ സാമ്പത്തികമായിട്ട് പൈസ ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ട് അവർ സെറ്റിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു വശം. പിന്നെ ഇപ്പോൾ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഞാനിവിടെ വക്കീലായ സമയത്തിന് എൻ്റെ പല ബന്ധുക്കളും പറഞ്ഞു അയ്യന്തോൾ പോയി താമസിക്കുക, അവിടെ വീട് വയ്ക്കാമെന്ന്. ഞാൻ ഓപ്റ്റ് ചെയ്തില്ല. ഞാൻ നാട്ടിൽ തന്നെ മതിയെന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ തറവാട് വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ വേറെ വീട് വെച്ച് അങ്ങനെ താമസാക്കുകയാണ്. എന്നുവെച്ചാൽ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നൊരു നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മറ്റത് സൗകര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെയിലി പോയി വരാവുന്ന ദൂരമല്ലോ. അങ്ങനെയാണ് അതിൻ്റെ ചുരുക്കി പറഞ്ഞാലുള്ളൊരു കാര്യങ്ങൾ. വേറെ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സംഘടന, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നുണ്ടായത്, നമ്മുടെ യൂണിയൻ പബ്ലിക് ലൈബ്രറി ഉണ്ട് ചേർപ്പിലെ. ആ ലൈബ്രറി ഒരു സമയത്ത് അടച്ചുപൂട്ടല്ല, അത് നേരെ പഞ്ചായത്ത് ലൈബ്രറിയിൽ ലയിപ്പിക്കാനായിട്ടൊരു ശ്രമം വന്നു. നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊക്കെ അതിൻ്റെ പഴയ കാലത്ത്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ചേർപ്പ് ആശുപത്രിയുടെ പിന്നിൽ യൂണിയൻ ലൈബ്രറി ഉണ്ടായിരുന്ന സമയത്ത് ബെൻസ് മാഷൊക്കെ അതിൻ്റെ നടത്തിപ്പിലൊക്കെ ഉള്ള സമയത്ത്, അതിന് മാധവൻ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉള്ള സമയത്ത് മെമ്പർഷിപ്പിലുള്ളതാണ്. പിന്നെ നമ്മൾ പാറ്റേൺ മെമ്പറുമാണ്. അപ്പോൾ ഞാനൊക്കെ ഇത് അറിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു നല്ല സ്ഥാപനം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല, അതിൽ രാഷ്ട്രീയം കൊണ്ടുവരണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടി. അങ്ങനെയാണ് ആ ലയനം ഇല്ലാതായി പോയത്. എന്താ വെച്ചാൽ പിന്നെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരിക്കുന്ന പഞ്ചായത്തിന് ഇഷ്ടമുള്ള ദിവസമായിരിക്കും അവിടെ ബുക്കുകൾ വരുന്നതും എല്ലാ പരിപാടികളും വരിക. അത് വേണ്ട, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. അത് നല്ല നിലയ്ക്ക് എന്നിട്ട് അന്ന് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്നും എന്നിട്ട് കുറേ അവിടെ നല്ല വളർച്ചകളൊക്കെ ഉണ്ടാക്കി. വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 5 ആൾ പോലും വരാതിരുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് ആക്റ്റീവായിട്ട് ആളുകളൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്നും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവിടേക്ക് ആവശ്യമുള്ള പീരിയോഡിക്കൽസ്, വീക്കിലികൾ, ഇതൊക്കെ അവരെ കൊണ്ട് വാങ്ങിച്ച് അവരെ അന്ന് കൊണ്ടുവന്ന് പിന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ സ്പോൺസർഷിപ്പൊക്കെ അതിന് മുകളിൽ സീലൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ നോട്ടീസ് ഇങ്ങനെ സ്പോൺസേഴ്സ് വരുന്നൊക്കെ. അപ്പം ധാരാളം ആളുകൾ വന്നു തുടങ്ങി. 100-100 ഇല്ലാത്ത ആളുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ലേഡീസിന് വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം അന്നുണ്ടാക്കി. പിന്നെ അവിടെ തന്നെ ഈ ലൈബ്രറിയുടെ ഭാഗമായിട്ട് തന്നെ വയലിൻ, അതുപോലെ പാട്ട് ക്ലാസ് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ആ സമയത്ത് ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പിന്നെയും അതിൻ്റെ മുകളിലൊരു നിലയും കൂടി പണിയാനായിട്ട് ഈ പെരുവനത്തുള്ള ഒരു PWDയിൽ ഉണ്ടായിരുന്ന ഗോപിനാഥൻ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ആൾ മരിച്ചുപോയി. ആളെ കൊണ്ട് പ്ലാൻ, എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി ഒക്കെ റെഡിയാക്കി. ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാജാറാം മോഹൻ റോയുടെ അവിടെ നിന്നുള്ള സഹായം കൂടി ഇവിടെ വാങ്ങിയിരുന്നു. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഗസറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഗസറ്റ് തുടങ്ങിയതൊക്കെ അവിടെ വരുത്തി. എല്ലാ ബാലരമ തൊട്ട് അല്ലെ പൂമ്പാറ്റ, അങ്ങനെയുള്ള അമ്പിളിയമ്മാവൻ തൊട്ട് എല്ലാ പുസ്തകങ്ങളും, എല്ലാ രാഷ്ട്രീയക്കാരുടെയും പത്രങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടമാനം ആളുകൾക്ക് അത് ആവശ്യമുണ്ട്. നല്ല മാത്രമല്ല അവിടെ ഈ നമ്മൾ ഈ അറിവില്ലാത്ത ആളുകൾക്ക് മറ്റ് അപേക്ഷകളൊക്കെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റിലേക്കുള്ള പലതും ചെയ്തു കൊടുക്കുന്ന അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അതിന് ചുറ്റും വെറുതെ കെടുക്കായിരുന്നു. അന്ന് കാലത്താണ് അതിൻ്റെ ചുറ്റും മതിൽ ഈ ഇരിക്കാനുള്ള തിണ്ണിയൊക്കെ ഉണ്ടാക്കി. ഇനി അവിടെ ഞങ്ങളൊരു സ്റ്റേജൊക്കെ കൂടി കെട്ടാനും മുകളിലൊരു നിലയും കൂടി പണിയാനുള്ള പദ്ധതിയൊക്കെ ആവശ്യം. ഞങ്ങളിത് ചാർജ് എടുക്കുമ്പോൾ ജില്ലാ സഹകരണ ബാങ്കിലും പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് ചേർപ്പിൽ ഇതിലായിട്ട് 2 അക്കൗണ്ട് ഉണ്ട്. 5 രൂപ 13 രൂപ എത്രയൊക്കെ അതിൽ ബാലൻസ് ഉള്ളൂ. നമ്മളതൊക്കെ ശരിക്ക് മാക്സിമം നമ്മൾ കമ്മീഷൻ തൊട്ട് 30% കിട്ടും. അപ്പോൾ നമ്മൾ കറണ്ട് ബുക്സ്, DC ബുക്സ് ഒക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ NBC എന്നൊക്കെ വാങ്ങുമ്പോൾ അതിനും കൂടി ബുക്ക് വാങ്ങും.
പിന്നെ അതുപോലെ തന്നെ അവിടത്തേതായിട്ടുള്ള ബുക്സ് കംപ്ലീറ്റ് ബൈൻഡ് ചെയ്ത് നമ്മൾ സ്വന്തമാക്കിയിട്ട് നഷ്ടപ്പെടാത്ത തരത്തിലും അങ്ങനെയും കൊണ്ടുവന്നു. പിന്നെ ഭരണം മാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകൾ വരുന്നു. അപ്പോൾ അവരുടെ വിചാരം ഇപ്പോൾ ബാങ്കുകളിലൊക്കെ നിറച്ച് പൈസ എടുക്കേണ്ടത് ഇത്ര വളർച്ച വന്നപ്പോൾ നമ്മൾ ഒരു പൈസയും മാറ്റി വെച്ചില്ല. ആ കെട്ടിടം അങ്ങനെ തന്നെ അതുവരെ പെയിന്റിങ്ങും ഇല്ല, ഒന്നുമില്ല. അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ആ കറണ്ട് അടക്കം പുനഃസ്ഥാപിച്ച് പെയിന്റ് അടിച്ച് വെള്ളമടിച്ച് നല്ല വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോകാറുമില്ല. പിന്നെ പിന്നെ എനിക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ അജിത എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ചേർപ്പിൽ ആ ഉങ്കുജ ബിൽഡിങ്ങിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിനെ പറ്റി ഇപ്പൊ ചേച്ചിക്കൊക്കെ അറിയാം. ഞാനൊക്കെ അന്ന് ചെറിയൊരു 7-ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആ ഇവരൊക്കെ വരുന്നത് തന്നെ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൗതുകം എന്നുള്ള നിലയ്ക്ക് വീട്ടില് എന്റെ തറവാട്ട് വീട്ടിൽ ഇവരൊക്കെ വന്നിട്ടുണ്ട്. അതെ, വർഗീസ് ഇവിടെ നിന്നാണ് പോയതെന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്നാണ് വർഗീസ് അന്ന് വെടിവെച്ച് ചെയ്യപ്പെടുന്നില്ലേ, തൊട്ട് മുമ്പായിട്ട് കൊണ്ടുപോയത്. പോകുന്നത് തന്നെ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ആൾക്കാർ ഈ വെടിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ബാക്കിലിടാനുള്ള പ്രത്യേക ക്യാൻവാസിന്റെ ബാഗൊക്കെ ഇല്ലേ, ഓ അതെ അല്ലേ, സംഘടിപ്പിച്ചൊക്കെ റെഡി ആക്കിയിട്ടാണ് പോയിട്ടുണ്ട്. എനിക്ക് അങ്ങോരോടുള്ള ബഹുമാനമാണ് എന്നെ കുറച്ച് നക്സലിസത്തിലേക്ക് ആകർഷിച്ചത്. പക്ഷേ അതിൽ ഈ നെഗറ്റീവ്സ് ഞങ്ങൾ കണ്ടെത്തിയതെന്ന് വെച്ചാൽ അടിക്കുക, കൊല ചെയ്യുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്കത്ര ഒരു ഇതായി തോന്നിയില്ല. അപ്പം ഞങ്ങൾ അതിനോട് അടുക്കാൻ പോയിട്ടില്ല ഒരിക്കലും. പക്ഷേ ഇവ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഗീസ് കൊല ചെയ്യപ്പെട്ടതിന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കേരള കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ വിവരം കിട്ടി. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ആ മാതിരിയുള്ള കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 17-ാം തീയതിയാണ് നമ്മുടെ ഗെറ്റ് ടുഗദർ പോസിബിളി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അന്ന് മാക്സിമം ആൾക്കാർ സംഘടിപ്പിക്കുക. ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതേപോലെ മറ്റ് ഭാഗത്തുള്ള ആൾക്കാരും സ്വന്തമായി വീഡിയോ എടുത്ത് അയച്ചു തരാം. കാരണം എല്ലാ ആൾക്കാരെയും സമീപിക്കാൻ എനിക്കോ മോഹനോ ആർക്കും പറ്റില്ല. അപ്പോൾ പറ്റാവുന്ന ആൾക്കാർ ഇപ്പോൾ ഹരിഹരൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 പേരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത് അയച്ചു തരിക. അപ്പോൾ ടെലഗ്രാമിൽ അയക്കണം. ടെലഗ്രാം അയച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. എനിക്ക് ടെലഗ്രാം അക്കൗണ്ട് ഉണ്ട്. അത് ഞാൻ ഉടനടി തന്നെ അത് അപ്ലോഡ് ചെയ്തോളാം. ഏതായാലും മോഹനൻ വളരെ സന്തോഷം, വളരെ നന്നായിട്ട് പറഞ്ഞു, വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഒരു ഒരു എന്താ പറയുക, അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഓഫീസുകൾ, മോഹനൻ ഇരിക്കുന്ന ഒരു ഓഫീസിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇപ്പം ഇരിക്കുന്നത് പോലും എനിക്ക് അത്രയും ആകർഷകമായിട്ട് തോന്നി. വളരെ സന്തോഷം.